പത്തരമാറ്റില് അനിയെ ഉമ്മ വെച്ച് നന്ദു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അനി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് നന്ദു. ജോലിക്ക് പോലും പോകാനായിട്ട് നന്ദു മടിക്കുകയാണ്. ഇതേ സമയം തന്നെയാണ് മേഡത്തിനെ കാണാനായിട്ട് ഒരു രണ്ടാൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോൺസ്റ്റബിൾ വിളിക്കുന്നത്. എന്താണോ ഇത്ര വലിയ കാര്യം, എന്താണ് എന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. ഇതേ സമയം മേഡത്തിൻ്റെ ആ കാമുകനില്ലേ, ആ അനിയില്ലേ, ഇവിടെ വരാറുള്ളവനില്ലേ, അവൻ്റെ മുൻ ഭാര്യയും അച്ഛനുമാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തിനായിരിക്കും അവർ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതും അവിടേക്ക് പോകുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ അവരുടെ ആവശ്യം കേട്ട നന്ദു ഞെട്ടിത്തരിക്കുന്നുണ്ട്. തനിക്കൊരു വഴി തുറന്നു കിട്ടിയല്ലോ ഈശ്വര ഭഗവാനെ എന്ന് ചിന്തിക്കുന്നുണ്ടെന്ന് കാണാം. അതായത് അവരുടെ ലക്ഷ്യമെന്നത് ഈ വിവാഹ നിശ്ചയം മുടക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ മേഡം ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾ അവനെതിരെ കേസ് തരാമെന്നാണ്, പരാതി തരാമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം നടക്കാനായിട്ട് പാടില്ല, അത് തടഞ്ഞു വെക്കണം, അത് നിർത്തലാക്കണമെന്ന് മേഡം ഞങ്ങളോട് കൂടെ വന്ന് അവരുടെ അടുത്ത് പറയണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ പണം ലഭിക്കണമെങ്കിൽ അത് നടന്നു കഴിഞ്ഞാൽ ലഭിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. നവ്യ വിളിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ വിവാഹ നിശ്ചയം ഇപ്പോൾ അനുവദിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരമോ ഒരു ഉണ്ടയോ കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അത് തടയുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ കൂടെ ഒടുവിൽ നന്ദു നിൽക്കുന്നു. തൻ്റെ പ്രണയിനിയെ, തൻ്റെ പ്രണയതാക്കളെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു നല്ല ഒരു വഴിയായി ഇത് മാറ്റിയെടുക്കുന്നു നമ്മുടെ നന്ദു. ഇതേ സമയം അനാമികയോടും അച്ഛനോടും പൊയ്ക്കൊള്ളാനായിട്ട് പറയുന്നതിൽ ഉപരി തന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഞാൻ പിന്നാലെ വരാം, നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ വന്നത് മുടക്കിയിരിക്കുമെന്ന് നന്ദു വാക്കു കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒടുവിലതാ നമ്മുടെ അനാമികയും അച്ഛനും പടി കയറി ചെന്ന് മുടക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും കൂടി എതിർക്കുമ്പോൾ നന്ദു കടന്നു വരികയാണ്. നന്ദു കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും അവരെ എതിർക്കാനുള്ള അവകാശമില്ല, യോഗ്യതയില്ല, ഈ നിയമം അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിയമത്തിൻ്റെ പിന്നാലെ പോയേ മതിയാവുകയുള്ളൂ. നിങ്ങളിവിടെ ചെയ്യുന്നത് ഒരു തെറ്റായ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം ഇപ്പം നടത്താൻ കഴിയില്ല എന്ന് പറയുന്നു. എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നന്ദു പറയുന്നുണ്ട്, ഞാൻ സീരിയസ് ആയിട്ട് സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയായതുകൊണ്ട് തന്നെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇവരുടെ പരാതിയിൽ കഴമ്പുണ്ട്, അതുകൊണ്ട് തന്നെ കണ്ണടയ്ക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഒടുവിലതാ നന്ദു അനിയെ വീണ്ടും അവന്തികയിൽ നിന്നും തട്ടിപ്പറച്ചെടുക്കുകയാണ്. ഒടുവിൽ പുറത്തിറങ്ങി പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മുടെ അനിക്ക് ഉമ്മ കൊടുക്കുന്ന നന്ദുവിനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും